ഇന്ന് നടന്ന LGS എക്സാം സ്റ്റേജ് 3യുടെ പ്രൊവിഷണൽ ആൻസർ കീയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ദാദാബായ് നവറോജി. അടുത്തത്, ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി പ്രഭു. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി. 1857 വിപ്ലവത്തിൻ്റെ ലക്നൌവിലെ നേതാവായിരുന്നു ഹസ്രത് മഹൽ. അടുത്തത്, ഇന്ത്യയുടെ പതാകയായി ത്രിവർണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ്? ഓപ്ഷൻ ഡി. ലാഹോർ സമ്മേളനം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഓപ്ഷൻ എ. ജവഹർലാൽ നെഹ്റു. അടുത്തത്, തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി. റിപ്പബ്ലിക്. അടുത്ത ക്വസ്റ്റ്യൻ, ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങളെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി. നിർദ്ദേശക തത്വങ്ങളിൽ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി. മൗലികാവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A ഏതിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത്? ഓപ്ഷൻ ഡി. വിദ്യാഭ്യാസം. അടുത്തത്, മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ? വില്യം ലോഗൻ കമ്മീഷൻ. അടുത്തത്, കുറിച്യ കലാപത്തിൻ്റെ നേതാവ് ആരാണ്? രാമൻ നമ്പി. അടുത്ത ക്വസ്റ്റ്യൻ, സർവ്വവിദ്യാധിരാജ എന്നറിയപ്പെട്ടത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. അടുത്തത്, സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്? മിതവാദി. അടുത്തത്, കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ് ആരാണ്? ഓപ്ഷൻ ബി. അയ്യങ്കാളി. അടുത്തത്, G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യമേതാണ്? ഓപ്ഷൻ ഡി. സിംഗപ്പൂർ. അടുത്തത്, ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ അജയ്. പട്ടിണി ഇല്ലാതാക്കൽ, സാമൂഹ്യനീതി, തുല്യതയിൽ അധിഷ്ഠിതമായ വളർച്ച ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതി. ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? ഓപ്ഷൻ ഡി. അരുണാചൽ പ്രദേശ്. അടുത്തത്, സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം. ഈ വിഷയത്തെക്കുറിച്ച് താഴെ പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി. 2 മാത്രമാണ് ശരിയല്ലാത്തത്. MN ഗുൻസ്രു ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. ഫസൽ അലി ആയിരുന്നു അധ്യക്ഷൻ. സംസ്ഥാന പുനഃസംഘടനാ നിയമം 1956 നിലവിൽ വന്നു. അത് ശരിയാണ്. മലയാളിയായ KM പണിക്കർ അതിൽ അംഗമായിരുന്നു. അതും ശരിയാണ്. മുംബൈ, കൊച്ചി, മധുര, ചെന്നൈ, കണ്ട്ല, മംഗലാപുരം ഈ കൂട്ടത്തിൽ പെടാത്ത പട്ടണം ഏതാണ്? മധുര. ബക്രാനങ്കൽ അണക്കെട്ടിൻ്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി. 2ഉം 4ഉം. സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു. വിവിധോദ്ദേശ പദ്ധതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് നടപ്പാക്കുന്നത്? കൊല്ലം ജില്ലയിൽ. അടുത്തത്, താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏതാണ്? ജീവൻ രക്ഷാ പതക്. നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി. ഗോദാവരി. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ്? ഓപ്ഷൻ സി. തൂത്തുക്കുടി. ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി ഏതാണ്? ഡക്കാൻ പീഠഭൂമി. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഓപ്ഷൻ എ. ബാരാലച്ച ചുരം. അടുത്തത്, ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ. 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശം. അടുത്തത്, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി എന്നിവയിൽ നിന്നുള്ള എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഇന്ത്യയുടെ 73-74 ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ബി. 1ഉം 2ഉം. ഏതൊക്കെയാണ്? ത്രിതല പഞ്ചായത്ത് സംവിധാനം, പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത. അടുത്ത ക്വസ്റ്റ്യൻ,
പ്രാചീന ശിലായുഗത്തിനെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന കേരളത്തിലെ പ്രദേശം എടയ്ക്കൽ ഗുഹ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ്? പള്ളിക്കൽ. അടുത്തത്, സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതാണ്? വൈക്കം സത്യാഗ്രഹം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപ്പാദനത്തിലാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ കേരളത്തിന് 2ാം സ്ഥാനമുള്ളത്? ഓപ്ഷൻ എ കാപ്പി. അടുത്തത്, 1859 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത്? ഓപ്ഷൻ സി ആലപ്പുഴ. അടുത്തത്, മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാണ്? ഓപ്ഷൻ എ 1.25 കോടി മലയാളികൾ. അടുത്തത്, താഴെ പറയുന്നവയിൽ ആനമുടിയെക്കുറിച്ചുള്ള തെറ്റായ പരാമർശം ഏതാണ്? ഓപ്ഷൻ സി കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. അതാണ് തെറ്റായിട്ടുള്ളത്. കേരളത്തിൻ്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? കോതമംഗലം. 2025 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്ക. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? വി അബ്ദുറഹ്മാൻ. അടുത്തത്, ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ്? ഓപ്ഷൻ എ HDFC. 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ ആരാണ്? പൃഥ്വിരാജ്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്കു വേണ്ടി നീരജ് ചോപ്ര ജാവലിൻ 89.45 മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി. സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സിൽ എത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ്. ആരാണ് അദ്ദേഹം? അർഷാദ് നദീം. ലോക നാട്ടറിവ് ദിനം എന്നാണ്? ഓഗസ്റ്റ് 22. അടുത്തത്, ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ പാക് 003 വാക്സിൻ ഏത് വൈറസിനെതിരെ ഉള്ളതാണ്? ഡെങ്കി വൈറസ്. 2024 മികച്ച സിനിമയ്ക്കുള്ള 96ാമത് ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺഹൈമറിനാണ്. മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയതാര്? കിലിയൻ മർഫി. അടുത്തത്, 2ാം പിണറായി സർക്കാരിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ വകുപ്പ് മന്ത്രിയാണ് OR കേളു. അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്? മാനന്തവാടി. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിൻ്റെ കൃതി ഏതാണ്? അൽഗോരിതങ്ങളുടെ നാട്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ? അർജന്റീന. അടുത്തത്, മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിൻ്റെ കമ്പനി? ന്യൂറാലിങ്ക്. അടുത്തത്, 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാനിന് നൽകിയ പേര്? നീലു. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ തിരഞ്ഞെടുക്കുക. ഏതൊക്കെയാണ്? 2ഉം 4ഉം. ചർവണകം, അഗ്രചർവണകം. അടുത്തത്, സൂര്യപ്രകാശമേൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ D. ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി? സൽകീർത്തി വെണ്ടയുടെ. വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2006. അടുത്തത്, സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം? 1984. അടുത്തത്, 2024 ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ IFFI നടന്ന സംസ്ഥാനം ഏതാണ്? ഗോവ. ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി സ്വീഡൻ. വൈദ്യുത സർക്യൂട്ടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ ഏത്? 1, 2, 3 എന്നിവ ശരിയാണ്. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ്. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ടാണ്. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ. അടുത്തത്, തുല്യ വലിപ്പമുള്ള 2 സമതല ദർപ്പണങ്ങൾക്കിടയിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം 3 ആകണമെങ്കിൽ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കണം? 90 ഡിഗ്രി. കാന്തങ്ങളെ പറ്റിയുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു. ശരിയായവ ഏതെല്ലാം? 1, 2 എന്നിവ മാത്രം ശരിയാണ്. കാന്തത്തിൻ്റെ ശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് അതിൻ്റെ മധ്യഭാഗത്താണ്.
സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ ഒരു ബാർ കാന്തം തെക്കുവടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ, ധാതുക്കൾ, അയിരുകൾ എന്നിവയെ സംബന്ധിച്ച ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. അടുത്തത്, വിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിൻ്റെ സവിശേഷതയായി വരാവുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഇത് തീ കെടുത്തുന്ന വാതകമാണ്. അടുത്തത്, സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെൻ്ററിൻ്റെ പേര് താഴെ കൊടുത്തവയിൽ ഏതാണ്? ഓപ്ഷൻ എ സഹജ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിൻ്റെ പേര്? ഓപ്ഷൻ സി കൈരളി. അടുത്ത ക്വസ്റ്റ്യൻ, ലോകവ്യാപകമായി പടർന്നു പിടിച്ച COVID-19 ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം? ഓപ്ഷൻ സി വുഹാൻ. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തതേത്? ഓപ്ഷൻ ഡി ടൈഫോയിഡ്. അടുത്തത്, സ്തനാർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ്? ഓപ്ഷൻ സി മാമോഗ്രാം. അടുത്തത്, HIV ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച സംവിധാനം? ഓപ്ഷൻ എ ജ്യോതിസ്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല? ഓപ്ഷൻ സി മലപ്പുറം. അടുത്തത്, ജലജന്യ രോഗമായ കോളറ പരത്തുന്ന രോഗാണു ഏതാണ്? വിബ്രിയോ. നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപം കൊടുത്ത പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ശലഭം. ജലസ്രോതസ്സുകൾ അണുവിമുക്തമാക്കാനുള്ള വില കുറഞ്ഞതും ഫലപ്രദവുമായ മാർഗം ഏതാണ്? ഓപ്ഷൻ ബി ബ്ലീച്ചിങ് പൗഡർ. അടുത്തത്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ഡി പൂനെ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി? ഓപ്ഷൻ സി JP നഡ്ഡ. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപീകരിച്ച നൂതന പദ്ധതി? അമൃതം ആരോഗ്യം. താഴെ പറയുന്നവയിൽ ഏത് മാർഗേനയാണ് ഹെപ്പറ്റൈറ്റിസ് A പകരുന്നത്? മലിനമായ ഭക്ഷണപാനീയങ്ങളിൽ കൂടി. അടുത്തത്, ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? MAL. താഴെ പറയുന്നവയിൽ ജന്തുജന്യ രോഗങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന രോഗങ്ങൾ ഏതെല്ലാം? 1, 3. നിപ്പ, എംപോക്സ്. അടുത്തത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്, ആൻസർ മാത്രം പറയാം. 81 C, 82 ഓപ്ഷൻ ഡി, 83 ഓപ്ഷൻ എ, 84 ഓപ്ഷൻ ബി, 85 ഓപ്ഷൻ ഡി, 86 ഓപ്ഷൻ സി, 87 ഓപ്ഷൻ എ, 88 ഓപ്ഷൻ ബി, 89 ഓപ്ഷൻ ബി, 90 ഓപ്ഷൻ ബി, 91 ഓപ്ഷൻ ബി, 92 ഓപ്ഷൻ ഡി, 93 ഓപ്ഷൻ സി, 94 ഓപ്ഷൻ ബി, 95 ഓപ്ഷൻ ഡി, 96 ഓപ്ഷൻ സി, 97 ഓപ്ഷൻ സി, 98 ഓപ്ഷൻ സി, 99 ഓപ്ഷൻ ബി, 100 ഓപ്ഷൻ ഡി.